വെൽക്കം ടു മൈ ഡിയർ ക്ലാസ്സസ്. അങ്ങനെ നമ്മൾ യൂണിറ്റ് 2 അവർ കമ്മ്യൂണിറ്റിയിലെ ചാപ്റ്റർ 2 എക്സ്പ്ലോറിംഗ് അവർ നെയ്ബർഹുഡ് ആണ് പഠിക്കാൻ പോകുന്നത്. എക്സ്പ്ലോറിംഗ് അവർ നെയ്ബർഹുഡ്. ഓൺ അവർ വേ ബാക്ക് ഹോം, the classes got over and the school bell rang. Students talked with excitement about the wonderful books that their teachers showed them in the library. ക്ലാസ്സസ് കഴിഞ്ഞു, സ്കൂൾ ബെൽ അടിച്ചു. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലേ. അവർ തമ്മിൽ അന്ന് അവരുടെ ടീച്ചർ പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ബസ്സസ് ആൻഡ് റിക്ഷാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. സ്കൂളിന്റെ പുറത്ത് സ്കൂൾ ബസ്സസും റിക്ഷാസും ഒക്കെ വെയിറ്റിംഗ് ആണ്. എന്തിനാ? കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകണം അല്ലേ. നിങ്ങളൊക്കെ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് എങ്ങനെയാ പോകുന്നത്? അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും സ്കൂളിലുള്ള മറ്റു കുട്ടികളും എല്ലാരും ഒരേ രീതിയിലല്ല സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവാ. കുറച്ചു പേര് ബസ്സിലാണ്, കുറച്ചു പേര് ഓട്ടോറിക്ഷയിലായിരിക്കാം, കുറച്ചു പേര് അവരുടെ പേരൻസ് വിളിക്കാൻ വരുമായിരിക്കും, അവര് ബൈക്കിലോ കാറിലോ പോവായിരിക്കും, കുറച്ചു പേര് വേറെ നോർമൽ ബസ്സിൽ കൂട്ടിക്കൊണ്ടുപോവായിരിക്കും അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള പല പല മാർഗങ്ങളാണ്. ഇനി ചില കുട്ടികളാട്ടെ അവരുടെ വീട് തൊട്ടടുത്തായിരിക്കും, അവർക്ക് വീട്ടിലേക്ക് നടന്നു പോയാലും മതിയാവുമായിരിക്കും. ഇവിടെ നവ്യ സോ ഹർ ഗ്രാൻഡ് ഫാദർ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ സ്കൂൾ ഗേറ്റ്. നവ്യ അവളുടെ ഗ്രാൻഡ് ഫാദർ സ്കൂൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു. ഷീ റാൻ അപ് ടു ഹിം. ദാദാജി, ലെറ്റ്സ് ടേക്ക് ദ മാർക്കറ്റ് റൂട്ട് ടുഡേ. അവൾ ഓടി ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയാ, ദാദാജി, നമുക്ക് ഇന്ന് മാർക്കറ്റ് റൂട്ടിലൂടെ പോവാം. They walked to the bus stop. അവരെങ്ങനെയാ പോകുന്നത്? അവരൊരു ബസ്സിൽ കയറിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. Where some people were already waiting for the bus. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് നവ്യയായിരിക്കും, അതുപോലെ ഇത് ദാദാജി ആയിരിക്കും. ബസ് സ്റ്റോപ്പില് ബസ് കാത്തു നിൽക്കാൻ വേറെയും ആളുകൾ ഉണ്ടല്ലേ. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബസ്സുകൾ വന്ന് നിന്ന് ആളുകൾ അതിലേക്ക് കയറി പോകുന്നതും അതുപോലെ ആളുകള് ആ ഒരു സ്ഥലം എത്തിയാൽ ഇറങ്ങുന്നതുമായിട്ടുള്ള സ്ഥലമാണ്. ദാ ബസ് വരുന്നുണ്ട്. ഇനി അവർ ഈ ബസ്സിൽ കയറി എങ്ങോട്ടൊക്കെയാ പോവാൻ നോക്കണ്ടേ. Bus stopped. The doors opened and everyone boarded the bus one by one. ബസ് സ്റ്റോപ്പ് ചെയ്തു, ഡോർ ഓപ്പൺ ആയി, അവിടെ നിൽക്കുന്ന ഓരോ ആളുകളും ബസ്സിലേക്ക് കയറി. നവ്യ ഫൗണ്ട് എ സീറ്റ് ബൈ ദ വിൻഡോ ആൻഡ് വാച്ച് ദ പീപ്പിൾ ഔട്ട്സൈഡ്. നവ്യ വേഗം തന്നെ ഒരു സൈഡ് സീറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് വിൻഡോന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. As the bus passed a red post box on the corner, Navya pointed to it and said, "Look, a post box, Dadaji." അങ്ങനെ ബസ്സിൽ പോകുന്ന വഴി നവ്യ പുറത്തൊരു കാര്യം കണ്ടു. ഇവിടെ കണ്ടില്ലേ, എന്താണിത്? പോസ്റ്റ് ബോക്സ്. ദാദാജി said, "Yes, Navya." ശരിയാണ്, അതൊരു പോസ്റ്റ് ബോക്സ് ആണ്. You could write a letter and post it there. ദാദാജി പറഞ്ഞു, നിനക്ക് ആർക്കെങ്കിലും കത്ത് അയക്കാനുണ്ടെങ്കിൽ ആ കത്ത് എഴുതിയതിനു ശേഷം ഈ പോസ്റ്റ് ബോക്സിൽ ഇട്ടാൽ മതി. He continued, "When I was young, I used to write letters to my brother who was studying in a different city." ദാദാജി പണ്ട് കുട്ടിയായിരുന്ന കാലത്ത് ദാദാജിയുടെ ബ്രദർ വേറെ സിറ്റിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദാദാജിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ബ്രദറിനോട് ദാദാജി എന്താ ചെയ്തിരുന്നത്? കത്ത് എഴുതി ബ്രദറിന് അയക്കുമായിരുന്നു. I used to drop letters into the post box. ഞാൻ കത്തെഴുതി ഈ പോസ്റ്റ് ബോക്സിലാണ് ഇടാറുണ്ടായിരുന്നത്. Then the postman would take them to the post office. The post office would sort the letters according to the regions and send them to their destination. Post offices offer a variety of other services too. അപ്പൊ ഈ കത്തെഴുതുന്ന സിസ്റ്റം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു കത്തെഴുതുന്നു, അതൊരു പോസ്റ്റ് ബോക്സിൽ ഇടുന്നു. ഈ പോസ്റ്റ് ബോക്സ് ഏത് പോസ്റ്റ് ഓഫീസ് ആണോ വെച്ചിരിക്കുന്നത് അവിടെയുള്ള പോസ്റ്റ്മാൻ വരുന്നു, അതിലുള്ള എല്ലാ ലെറ്റേഴ്സും കളക്ട് ചെയ്യുന്നു, എന്നിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് എടുത്തുകൊണ്ടുപോകും. ആ പോസ്റ്റ് ഓഫീസിൽ
ഓരോ സ്ഥലത്തേക്കായിട്ടുള്ള ലെറ്റേഴ്സിനെ സോർട്ട് ചെയ്യും. അതിനുശേഷം അത് ഓരോരോ റീജിയനിലേക്കുള്ള ബോക്സസ് ആയിട്ട് അവര് ഡിഫറെന്റ് സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യും. അപ്പൊ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ളത് ട്രെയിൻ വഴിയും പിന്നെ ഫ്ലൈറ്റ് വഴിയും ഒക്കെ പോകും കേട്ടോ. അതിനുശേഷം നമ്മൾ അയച്ച കത്ത് എവിടേക്കാണോ അയച്ചത്, ഫോർ എക്സാമ്പിൾ കൊൽക്കത്തയിലേക്കാണ് അയച്ചതെങ്കിൽ ആ സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ആ കത്തുകൾ എത്തും. അപ്പൊ അവര് അവിടെ തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന കത്തുകളൊക്കെ സോർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പോസ്റ്റ്മാൻ ആ കത്തുകളുമായിട്ട് വീടാന്തരം കയറി അഡ്രസ്സുകളിൽ കൃത്യമായിട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ അയച്ച ഒരു ലെറ്റർ നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടും. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ അയച്ച ലെറ്റർ നമ്മുടെ ഫ്രണ്ടിന് കിട്ടുന്നത്. ഈ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കത്തുകൾ മാത്രമല്ല, കത്തുകളും പാർസലുകളും ഇനി സ്പീഡ് പോസ്റ്റ് സർവീസ്, നമ്മൾ ഇപ്പൊ അയക്കുന്ന കത്ത് പെട്ടെന്ന് തന്നെ അവിടെ എത്തണമെങ്കിൽ സ്പീഡ് പോസ്റ്റ് സർവീസ് ഉണ്ട്. അതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് കൃത്യസമയത്ത് അവിടെ എത്താനും നമുക്കതിനെ ട്രാക്ക് ചെയ്യാനും ഓപ്ഷൻസിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. ഇനി മണി ഓർഡർ സർവീസ്, ലൈഫ് ഇൻഷുറൻസ്, സേവിംഗ് സ്കീം, പാസ്പോർട്ട് സർവീസ്, അങ്ങനെ പോസ്റ്റ് ഓഫീസുകൾ കത്തുകൾ അയക്കാം എന്നുള്ളതല്ല, പല പല സർവീസസും നമുക്ക് തരുന്നുണ്ട്. റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് ആൻഡ് പോസ്റ്റ് ഇറ്റ്. നിങ്ങളുടെ ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ദൂര സ്ഥലങ്ങളിൽ ഒന്നും നിങ്ങളുടെ ഫ്രണ്ട് ഇല്ലെങ്കിൽ ക്ലാസ്സിലെ ഫ്രണ്ടിന് തന്നെ കത്തെഴുതിക്കോളൂ. ആ ഫ്രണ്ടിന്റെ വീട്ടില് ആ കത്ത് എത്തുമോന്ന് നമുക്ക് നോക്കാം, അല്ലേ? Teacher can take students on a field trip to a post office to explore various activities that take place there. ഇത് നിങ്ങളുടെ ടീച്ചർ ചെയ്തോളൂ. നിങ്ങളെ ഒറിജിനൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിക്കോളും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് എല്ലാം കണ്ട് മനസ്സിലാക്കണം കേട്ടോ. Have you or your family members ever sent or received a letter or a parcel? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അതോ നിങ്ങൾക്കോ എപ്പോഴെങ്കിലും ഒരു ലെറ്ററോ പാർസലോ ഒക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, മൈ ഫാമിലി മെമ്പേഴ്സ് ഹാസ് ബോത്ത് സെൻഡ് ആൻഡ് റിസീവ്ഡ് ലെറ്റേഴ്സ് ആൻഡ് പാർസൽ എന്ന് എഴുതാം. ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ഹൗ ഡസ് ദ പോസ്റ്റ് ഓഫീസ് ഹെൽപ്പ് പീപ്പിൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ? ആളുകൾ തമ്മിൽ കണക്റ്റ് ആവാനും അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെടാനും അവര് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനും പോസ്റ്റ് ഓഫീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണത്? Post office helps people stay connected by delivering letters, postcards, parcels, and important documents from one place to another. പോസ്റ്റ് ഓഫീസുകൾ ചെയ്യുന്നത് എന്താണ്? ലെറ്റേഴ്സും പാർസൽസും ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡെലിവർ ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. ഇറ്റ് അലോസ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്. എന്തിനാണ് ഈ കത്തുകൾ എഴുതുന്നത്? ദൂരെയുള്ള ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കത്തുകൾ അയക്കുന്നത്. ഇറ്റ് അലോസ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഷെയർ ഗ്രീറ്റിംഗ്സ്, സെൻഡ് ഗിഫ്റ്റ് ആൻഡ് എക്സ്ചേഞ്ച് ദ ഇൻഫോർമേഷൻ വെൻ ദേ ലിവ് ഫാർ അപ്പാർട്ട്. ഇന്നത്തെ കാലത്ത് കത്തുകൾ അയക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഈസി ആയിട്ടൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ടല്ലേ? എന്താണത്? മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് റിംഗ് ആവും. അടുത്ത സെക്കൻഡിൽ അയാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. എന്നാ പണ്ട് കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ ഒരു ദിവസം മൊബൈൽ എടുക്കാതെ പുറത്തു പോയാൽ തന്നെ അയ്യോ എൻ്റെ അടുത്ത് മൊബൈൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ മൊബൈൽ ഫോണുകളെ ആരടുത്തും ഇല്ലായിരുന്നെങ്കിലോ? Do you know? Long ago, people communicated using drum beats and carvings on rocks. പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി പല പല രീതികളാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്താണ്. മൊബൈൽ ഫോൺ മാത്രമല്ല, കത്തുകളും ഇല്ലാത്ത കാലത്താണ് അവര് ഡ്രം ബീറ്റ്സ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ കാർവിങ്സ് ഓൺ ദ റോക്സ്. രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് രാജാവിന് നാട്ടുകാരെ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ
അവര് ചെയ്തിരുന്നത് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിന്ന്, ഇവിടെ കുറേ ആളുകൾ കൂടും എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് പോയി ചെന്ന് വലിയ ശബ്ദത്തിൽ ഡ്രം ബീറ്റ് ചെയ്യും. അപ്പൊ തന്നെ ആളുകൾക്കറിയാം രാജാവിന്റെ എന്തോ ഒരു ഉത്തരവ് വരുന്നുണ്ട്. അവരൊക്കെ ഓടിപ്പോയിട്ട് അത് കേൾക്കാൻ നിൽക്കും. അപ്പോ ഈ ഒരു ഭടൻ അല്ലെങ്കിൽ അത് പറയുന്ന ആള് അതൊക്കെ അനൗൺസ് ചെയ്യും, ആളുകൾ കേൾക്കും. അപ്പൊ അവരവരുടെ വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ളവരോട് പറയും, അടുത്ത വീട്ടുകളിലുള്ളവരോട് പറയും. അങ്ങനെയാണ് കാര്യങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. ഇനി കാർവിങ്സ് ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ കേവ്സിലൊക്കെ റോക്കിന്റെ മുകളില് പല പല ചിത്രങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആളുകള്, ആ കാലത്തുള്ള ആളുകൾ എങ്ങനെ ജീവിച്ചു എന്നും അവരെങ്ങനെ ഭക്ഷണം കണ്ടുപിടിച്ചു എന്നും ഒക്കെയുള്ള കാര്യങ്ങള് അന്ന് കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർ കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഈ ചിത്രങ്ങളിലൂടെ എന്തായിരുന്നു അവർ പറയാൻ ഉദ്ദേശിച്ചതെന്ന്. Later, people started sending letters carried by messengers and pigeons. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ആളുകള് കത്തുകൾ എഴുതാൻ തുടങ്ങി. പേപ്പറിൽ എന്താ പറയുന്നതെന്ന് എഴുതി അത് ട്രെയിൻഡ് ആയിട്ടുള്ള പീജിയൻസിന്റെ ബോഡിയിൽ കെട്ടിവെച്ചിട്ട് അയക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മെസ്സഞ്ചേഴ്സ്, ആളുകൾ തന്നെ കുതിരപ്പുറത്തൊക്കെ കയറി ഒരാൾ തരുന്ന ലെറ്റർ വേറൊരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാനൊക്കെ തുടങ്ങി. മച്ച് ലേറ്റർ, അതൊക്കെ കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം the postal service came into being. It used to send letters, parcels and important documents to others. കത്തുകളും പിന്നെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സും പാർസൽസും ഒക്കെ അയക്കുക, അതായിരുന്നു പോസ്റ്റൽ സർവീസിന്റെ ഡ്യൂട്ടി. വിത്ത് ടൈം, അതിനും ശേഷമാണ് ന്യൂ ഇൻവെൻഷൻസ് ലൈക്ക് ദ ടെലിഫോൺ, radio and television made it easier to communicate and share information. ടെലിഫോൺ, ഫോൺ എടുത്ത് നമ്പർ എടുത്ത് വിളിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആളുകളെ അറിയിക്കാം. അതുപോലെ റേഡിയോ ടെലിവിഷനും എങ്ങനെയാ? നേരത്തെ രാജാവിന്റെ ഉത്തരവ് നാട്ടുകാരെ അറിയിക്കുന്നത് പോലെ പെട്ടെന്നൊരു വാർത്ത ഉണ്ടായാലോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കാര്യം നാട്ടുകാരെ മുഴുവൻ അറിയിക്കണമെങ്കിലോ ടിവിയിലും റേഡിയോയിലും ഒക്കെ പറഞ്ഞാൽ മതി. അതിന് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഒരു വാർത്ത കുറേ ആളുകളിലേക്ക് എത്തിക്കാൻ ടിവിയും റേഡിയോയും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോൺ ആണെങ്കിലോ നമ്മൾ ഒരാളെ വിളിക്കും, ഒരാളോട് സംസാരിക്കും, അല്ലേ? ടുഡേ വി ഹാവ് മൊബൈൽ ഫോൺസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് യൂസ് ഇന്റർനെറ്റ്. ദ ഇന്റർനെറ്റ് ഹെൽപ്സ് us connected with anyone anywhere in seconds. അതിനു ശേഷമുള്ള കണ്ടുപിടുത്തമാണ് മൊബൈൽ ഫോൺ. അതുപോലെ ഇന്റർനെറ്റ് ഒരു ഭയങ്കര കണ്ടുപിടുത്തമായിരുന്നു. വളരെ ചെറിയ സമയം കൊണ്ട്, അതായത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞു ആളുകള് മെസ്സഞ്ചർ ആയിട്ട് പോയിരുന്നു, അല്ലെങ്കിൽ പീജിയൻസിന്റെ അടുത്ത് ലെറ്റേഴ്സ് കൊടുത്തു വിട്ടിരുന്നു. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നിന്ന് നമുക്ക് ഡൽഹിയിൽ എത്തണം, എത്ര സമയം ട്രെയിനിൽ ഇരുന്നാലാണ് നമ്മൾ അവിടെ എത്തുക? പണ്ട് കാലത്ത് ട്രെയിൻ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഒരാള് കുതിരയിൽ കയറി ഇത്രയും ദൂരം സഞ്ചരിക്കണം. ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഡൽഹിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കുന്ന കത്ത് മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ കിട്ടുക. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടേ അവർക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണോ? അല്ല. നമുക്ക് മൊബൈൽ ഫോൺ എടുക്കുന്നു, അടുത്ത സെക്കൻഡിൽ അയാൾ അറ്റൻഡ് ചെയ്യുന്നു, പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ലോകത്തിന്റെ ഏത് കോണിലായാലും, ഇപ്പൊ അമേരിക്ക ആയാലും ലണ്ടൻ ആയാലും കാനഡ ആയാലും ഒക്കെ നമുക്ക് അറിയിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരാം. ഡിഡ് യു നോട്ട് ഹാവ് ദ മൊബൈൽ ഫോൺസ്? നവ്യയുടെ അടുത്ത് ദാദാജി പറഞ്ഞത് എന്താ? ദാദാജിയുടെ ബ്രദറിന് ലെറ്റേഴ്സ് അയക്കുമായിരുന്നു എന്നല്ലേ? അപ്പൊ നവ്യ ചോദിക്കുക, അപ്പോ നിങ്ങൾക്ക് മൊബൈൽ ഫോൺസ് ഇല്ലായിരുന്നോ? നവ്യ ആസ്ക്ഡ്. ദാദാജി ലാഫ്ഡ്. നോ നവ്യ. ദാദാജി ചിരിച്ചുകൊണ്ട് പറയാ, നോ. ഏർലിയർ വി യൂസ് ടു റൈറ്റ് ലെറ്റേഴ്സ്. പണ്ടത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങള് കത്തുകളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്.
Sometimes it would take weeks to get a reply. ചില സമയത്ത് പല ആഴ്ചകൾ എടുക്കുമായിരുന്നു ഒരു റിപ്ലൈ കിട്ടാൻ. കാരണം നമ്മൾ കത്തെഴുതണം, അത് അവിടെ കിട്ടണം, അത് അവരെ വായിച്ചതിന് ശേഷം ഒരു റിപ്ലൈ എഴുതണം. അതുപോലെ തന്നെ അവരയച്ച് നമ്മളുടെ അടുത്ത് എത്തുമ്പോഴേക്ക് കുറേ വീക്സ് ആയനെ. That's a really long time, Navya explained. ഇത് കേട്ടപ്പോ നവ്യക്ക് ആകെ അത്ഭുതമായി പോയി. ഇത്രയും സമയമോ? Dadaji replied, yes, with mobile phones and emails, communication is much faster. മൊബൈൽ ഫോൺസും ഇമെയിൽസും ഒക്കെ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. However, sometimes I miss the joy of writing and receiving a handwritten letter. പക്ഷേ ദാദാജി പറയാ, ചില സമയത്തൊക്കെ എനിക്ക് പണ്ടത്തെ പോലെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി വരുന്ന കത്തുകളും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇന്റർവ്യൂ വിത്ത് എൽഡേഴ്സ്. ഡിസ്കസ് വിത്ത് ദ എൽഡേഴ്സ് ഇൻ യുവർ നെയ്ബർഹുഡ് ആൻഡ് find out how they communicated with each other when they were of your age. Compare their answers to how you and your friends communicate today and fill in the table below. നിങ്ങളുടെ വീട്ടിലും നെയ്ബർഹുഡിലും ഒക്കെ ഉള്ള എൽഡർ പീപ്പിളിന്റെ അടുത്ത് പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. അവരുടെ കാലത്ത് എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, എന്നിട്ട് നിങ്ങൾ ഇപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും ആ രീതിയും കമ്പയർ ചെയ്ത് നോക്കുക. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പണ്ട് കാലത്ത് ഏർലിയർ ടൈംസിൽ ലെറ്റേഴ്സ്, ടെലിഗ്രാം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴോ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ അല്ലേ. എന്നിട്ട് അവരെടുത്ത് ചോദിക്കണം സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്ര ഫാസ്റ്റ് ആയിട്ടായിരുന്നു ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിക്കേഷനും നടന്നിരുന്നത്, എന്നിട്ട് ഇന്നത്തെ കാലവുമായിട്ട് കമ്പയർ ചെയ്യാം. പണ്ടത്തെ കാലത്ത് സ്പീഡ് വളരെ കുറവായിരുന്നു, സ്ലോ. ഡേയ്സ് ഓർ വീക്സ് ഒരു കത്തോ ടെലിഗ്രാമോ വരണമെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും എടുത്തിരുന്നു. ഇന്നത്തെ കാലത്തോ വെരി ഫാസ്റ്റ്, ഇൻസ്റ്റന്റ് ഓർ വിത്തിൻ സെക്കൻഡ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഫ്രീക്വൻസി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര കാലം ഇടവിട്ടിട്ടാണ് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നത്, എത്ര സമയത്തിന്റെ ഇടവേളകളിലാണ്. ലെസ് ഫ്രീക്വന്റ്, മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇപ്പോഴോ മോസ്റ്റ് ഫ്രീക്വന്റ്, ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കാം. ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പണ്ട് കാലത്ത് മോസ്റ്റ്ലി ഫോർമൽ ലാംഗ്വേജ്, കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് എഴുതുമായിരുന്നു. കംപ്ലീറ്റ് സെന്റൻസസിൽ എഴുതിയിട്ടാണ് കമ്മ്യൂണിക്കേഷനിൽ ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തോ നമുക്ക് മെസ്സേജസ് അയക്കാൻ വളരെ ഈസിയാണ് അല്ലേ. പല പല ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ട്. ഓക്കെ എന്ന് പറയാൻ ഒരു തംസ് അപ്പ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആണെന്ന് കാണിക്കാൻ ഒരു ഇമോജി അയച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലാംഗ്വേജ്. ഫോർമൽ ഉപയോഗിക്കുന്നത് ഓഫീസുകളുടെ കാര്യമോ അല്ലെ ജോലിയുടെ കാര്യമോ സ്കൂളിന്റെ കാര്യമോ അങ്ങനത്തെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇപ്പൊ ഫോർമൽ ആയിട്ട് ഉപയോഗിക്കും. ഇൻഫോർമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇമോജീസ്, അബ്രിവേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കും. ചാലഞ്ചസ് ഫേസ്ഡ്. അന്നത്തെ കാലത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്? ഡിലേ ഇൻ ഡെലിവറി, കാലങ്ങൾ എടുക്കായിരുന്നു കത്തുകൾ കിട്ടാൻ. ലോസ് ഓഫ് ലെറ്റേഴ്സ്, ചില കത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും വഴിയിൽ. എല്ലാ കത്തുകളും എഴുതിയത് അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തണമെന്ന് ഒരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. ലിമിറ്റഡ് ആക്സസ്, റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിലും അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? നമുക്ക് ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, പിന്നെ മിസ് ഇൻഫോർമേഷൻ, നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. പ്രൈവസി കൺസേൺസ്, നമ്മുടെ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവര് നോക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം അല്ലെ. ഓരോ കാലത്തും ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഓവർ ടൈം ദ വേസ് ഇൻ വിച്ച് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഹാവ് ഇവോൾവ്ഡ്. കാലങ്ങൾ കൊണ്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതി വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. While letters were common in the past, today messages and video calls make communication much faster. പണ്ട് കാലത്ത് കത്തുകളായിരുന്നു കോമൺ എങ്കിൽ
ഈ കാലത്ത് മെസ്സേജും വീഡിയോ കോൾസും നോർമൽ കോൾസും ഒക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുക. ടെക്നോളജി ഹാസ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ us to stay connected with everyone. ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജീസ് ഒക്കെ നമ്മുടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഡിസ്കസ്. Letters took a long time to reach other persons. How do you think it affected the communication between people in the past? നമ്മൾ പറഞ്ഞു, ഒരു കത്ത് നമ്മൾ എഴുതിയതിന് ശേഷം ആ ആൾക്ക് കിട്ടാൻ കുറേ സമയം എടുക്കുമായിരുന്നു എന്ന്. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് പല കാര്യങ്ങളും അർജന്റ് ആയിട്ട് വേറൊരാളെ അറിയിക്കേണ്ടി വരും അല്ലേ? ഒരാൾക്ക് വയ്യാതാവുന്നതോ, ആരെങ്കിലും മരിച്ചു പോവുകയോ, അല്ലെങ്കിൽ ഇതുപോലെ വേറെ പല കാര്യങ്ങളും, ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യാന്ന് പറയാ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഒരാള് മരിച്ചതൊക്കെ അറിയാൻ കുറേ കാലതാമസം പിടിക്കും അല്ലേ? Communication was slower because people had to wait days or weeks for reply. Important news and information took longer to reach others. ഇതാണ് മെയിൻ കാര്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആളുകൾ അറിയണം. പക്ഷെ പണ്ട് കാലത്ത് അത് കുറേ സമയം എടുത്തിട്ടാണ് ആളുകൾ അറിഞ്ഞിരുന്നത്. So people communicated less frequently and planned carefully before sending letters. How is it different from the way people communicate now? പണ്ടത്തെ കമ്മ്യൂണിക്കേഷനും ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Today, people can communicate instantly through mobile phones, emails, video calls, and social media. Messages reach others within seconds, making communication faster and more convenient. Today, quick messages make sharing the news easier. But sometimes wrong information spreads very quickly too. How can we ensure the news we share is true? വാട്സാപ്പിലൊക്കെ കുറേ മെസ്സേജസ് വരും, കുറേ ന്യൂസ് വരും. അപ്പൊ നമുക്കറിയില്ല ഇത് ഒറിജിനൽ ന്യൂസ് ആണോ ഫേക്ക് ന്യൂസ് ആണോ ഒന്നും. നമ്മളിത് അയ്യോ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണല്ലോ എന്ന് വിചാരിച്ച് വേറൊരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളും കൂടിയാണ് ആ ഒരു മിസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ പല ആളുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോങ് ഇൻഫോർമേഷൻ എല്ലാവരിലും എത്തും അല്ലേ? അപ്പൊ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും, ഇത് ശരിയായ ന്യൂസ് ആണോ തെറ്റായ ന്യൂസ് ആണോ ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിന് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക നമുക്ക്? We should verify the information from reliable sources before sharing it. ഇപ്പൊ എന്താണ് റിലയബിൾ സോഴ്സസ്? വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സുകളിൽ നിന്ന് ഇൻഫോർമേഷൻ എടുത്ത് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. We can check the news websites, trusted newspapers or official announcements and avoid forwarding message without confirming their accuracy. ഒരു ന്യൂസ് ശരിയാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അത് സ്പ്രെഡ് ചെയ്യാം. ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.